ഇടുക്കിയിലെ അനധികൃത ഖനനവും കരിങ്കൽ വിൽപ്പനയും നിയന്ത്രിക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മകനും മരുമകനും. കരിങ്കല്ല് ലഭിക്കണമെങ്കിൽ ഇവർക്ക് പണം നൽകി കാല് പിടിക്കണമെന്ന ടിപ്പർ ഉടമയുടെ വെളിപ്പെടുത്തൽ. തങ്കമണി ഭാഗത്തുനിന്ന് കുറെ ആൾക്കാർ ഇറങ്ങി വന്ന് ഇവിടെ മുഴുവൻ ഈ കല്ലുപൊട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. ഈ കല്ല് പോലും നമ്മൾ അവരുടെ കാല് പിടിച്ചാലേ തരത്തുള്ളൂ. സാധാരണ കൃഷിയിൽ ചെന്നാൽ കല്ല് കാശ് കൊടുത്താൽ കിട്ടുമായിരുന്നു. ഇത് കാശ് മാത്രം കൊടുത്താൽ പോലെ ഇവരുടെ കാലും കൊണ്ട് പിടിക്കേണ്ട അവസ്ഥയിലാണ് ഈ കല്ല് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ പല സൈറ്റുകളിലും ഇവരുടെ വണ്ടിക്കാണല്ലേ കല്ല് കൊടുക്കുള്ളെന്നായി. CV വർഗീസും കുടുംബവും നടത്തുന്ന അനധികൃത ഖനനത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPM ടിപ്പർ ഉടമകളുടെ കൂട്ടായ്മ രൂപീകരിച്ച് ജില്ലാ കളക്ടറെ സമ്മർദ്ദത്തിലാക്കാനും ശ്രമിച്ചു. കല്ല് കൊടുത്തുള്ളത് ഇവർക്കെതിരെ അന്വേഷണം വന്നപ്പോഴത്തേക്കും ജനകീയ കൂട്ടായ്മ ചർച്ച, അത് വലിയ കാര്യങ്ങൾ, അത് നാളെ ധർണ വേണം, മറ്റേ കളക്ടറെ സ്തംഭിപ്പിക്കണം, കളക്ടർക്ക് സമ്മതം കൊടുത്തിട്ട് കളക്ടർ പാസ് ഇല്ലാതെ ഇവിടെ ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കണം. ആ രീതിയിലേക്കൊക്കെ ഈ സംഭവം പോയി. കരിങ്കൽ കയറ്റിയ വാഹനങ്ങൾ CV വർഗീസിന്റെ മകൻ തടഞ്ഞുവെന്നും ടിപ്പർ ഉടമ ഷിൻഡോ ആരോപിച്ചു. അധികാരത്തിന്റെ കുങ്കം എന്തോ അവൻ വണ്ടി തടഞ്ഞിട്ടേച്ച് എന്ന് വെച്ചാൽ ആരാന്ന് ചോദിച്ചാല് അപ്പു, അവരാണല്ലോ ഇവിടുത്തെ ഈ ഇടുക്കി ജില്ലയുടെ മുഴുവൻ ഹോൾസെയിൽ വ്യാപാരി. വണ്ടി തടഞ്ഞിട്ട് താക്കോല് ബലമായിട്ട് ഡ്രൈവറെ പിടിച്ചു മേടിച്ച് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി. ജെയിൻ എസ് രാജ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. പെരുന്നാൾ ആശംസകളും. വളരെ വലിയ ആരോപണമാണ് ഈ ടിപ്പർ ഉടമയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ടുപേരും, അച്ഛനും മകനും ചേർന്നാണ്, CV വർഗീസും മകനും ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല മറ്റ് പല രീതിയിലും ഒരു ഗുണ്ടായുസത്തിന്റെ ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മോത്തി, ഇടുക്കി ജില്ലയിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് CPMന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസിനെതിരെയും മകനും മരുമകനുമെതിരെ ജില്ലാ കളക്ടർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് CV വർഗീസിന്റെ മകൻ അമൽ വർഗീസിന്റെ നേതൃത്വത്തിൽ ടിപ്പർ ഉടമകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ആ കൂട്ടായ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഈ കൂട്ടായ്മ രൂപീകരിച്ച് ഈ മാസം 15 വരെ ടിപ്പറുകളും ഹിറ്റാച്ചികളും JCBകളും ഒന്നും ഇറക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിർമ്മാണ മേഖല, പ്രത്യേകിച്ച് റോഡ് നിർമ്മാണമടക്കം സ്തംഭിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത് വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭത്തിന് കാരണമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 25-ാം തീയതി വൈകുന്നേരം ചെറുതോണിയിലടക്കം ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചിരുന്നു. ചെറുതോണിയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് തന്നെയാണ്. അതായത് മകൻ ഒരു മേഖലയിൽ ഈ നിർമ്മാണ മേഖല അപ്രഖ്യാപിതമായി നിർത്തിവെക്കുകയും അതോടൊപ്പം തന്നെ പിതാവായിട്ടുള്ള CV വർഗീസ് ഇതിനെതിരെ സമരം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്.